Hi all, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന ടോപ്പിക്കാണ്. സോ അതിൽ വരുന്ന ബേസിക് കോൺസെപ്റ്റ്സ് ലൈക്ക് ഓർഡർ, ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പിന്നെ എങ്ങനെയാണ് ഇതെല്ലാം സോൾവ് ചെയ്യുക, അപ്പോൾ ജനറൽ ആൻഡ് പെർട്ടിക്കുലർ സൊല്യൂഷൻ എങ്ങനെയാണ്, ഇപ്പോൾ ജനറൽ സൊല്യൂഷൻ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യുക. ഇനി ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ ഇതേപോലെ മെത്തേഡ്സ് ടു സോൾവ്, പല മെത്തേഡ്സ് ഉണ്ട്. സോ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലെറ്റ് us start. ഫസ്റ്റ് ബേസിക് കോൺസെപ്റ്റ്സ് നമുക്ക് നോക്കാം. അതായത് രണ്ട് മെയിൻ ടേംസ് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്, ഒന്ന് ഓർഡറും ഒന്ന് ഡിഗ്രിയും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ ഫോം നമുക്ക് നോക്കാം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് എൻ ഇക്വേഷൻ that is ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ജനറൽ ഫോം എക്സ് വൈ ഡി വൈ ബൈ ഡി എക്സ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എക്സെട്ര ഡി റേസ് ടു എൻ വൈ ബൈ ഡി എക്സ് റേസ് ടു എൻ ഇസ് ഈക്വൽ ടു 0. അതായത് ഇപ്പോൾ ഇതിൽ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിലുള്ള ടേംസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്, എക്സ് വൈ പിന്നെ അതിൻ്റെ ഡെറിവേറ്റീവ്സ്. ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്, ദെൻ nth ഓർഡർ ഡെറിവേറ്റീവ് വരെയുള്ള ടേംസ്. ഓക്കെ, ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെ ഒരു ഇക്വേഷൻ്റെ ഫോം, അതാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഇക്വേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണ്? Relation between dependent and independent variables and their derivatives of any order. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു എക്സ് വൈ, പിന്നെ അത് മാത്രമല്ല എക്സിൻ്റെ വൈയുടെ ഡെറിവേറ്റീവ്സ്. അപ്പോൾ ഈ പറഞ്ഞ ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെ എല്ലാത്തിൻ്റെയും റിലേഷൻ ആണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി ഓർഡർ എന്താണെന്ന് നോക്കാം. ഓർഡർ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദി ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് പ്രസന്റ് ഇൻ ദ ഇക്വേഷൻ. മനസ്സിലായോ? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, ഓക്കെ, ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഏതാണോ അതിൻ്റെ ഓർഡറാണ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ നമ്മൾ കൺസിഡർ ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 3x പ്ലസ് 2. അപ്പോൾ ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് അല്ലേ. നമ്മൾ വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തു, അപ്പോൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കിട്ടി. സോ ഡി വൈ ബൈ ഡി എക്സ് എന്നത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ക്ലിയർ ആയോ? സപ്പോസ് ഇത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആയിരുന്നെങ്കിൽ ഓർഡർ എന്താവും? 2 ആവും. ഓക്കെ, അതായത് ഏറ്റവും ഹയസ്റ്റ് ഓർഡർ ഏതാണോ ആ ഇക്വേഷനിലുള്ളത് അതാണ് നമുക്ക് ഓർഡർ ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഡിഗ്രി. ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താ? ഹയസ്റ്റ് പവർ ഓഫ് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ പ്രീവിയസ് ഇക്വേഷനിൽ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 3x പ്ലസ് 2 ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ അവിടെ ആകെ കൂടി ഡി വൈ ബൈ ഡി എക്സ് ഉള്ളൂ. സോ അതിൻ്റെ ഓർഡർ ഓൾറെഡി 1 ആണ്. അതിൻ്റെ പവർ എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് റേസ് ടു 1 തന്നെയല്ലേ. സോ ഈ ഒരു കേസിൽ 1 ആണ് ശരിക്കും പറഞ്ഞാൽ ഡിഗ്രി വരെ. പക്ഷേ ഇനിയിപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അതായത് വൈ ട്രിപ്പിൾ ഡാഷ്. വൈ ട്രിപ്പിൾ ഡാഷ് ഉദ്ദേശിക്കുന്നത് ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് ആണ്. സോ വൈ ട്രിപ്പിൾ ഡാഷ് ഹോൾ ക്യൂബ് പ്ലസ് 3y ഡബിൾ ഡാഷ് പ്ലസ് 6y ഡാഷ് മൈനസ് 12 ഈക്വൽ ടു 0. ഇവിടെ ഡിഗ്രി എന്താ വരിക? അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഏതാ? വൈ ട്രിപ്പിൾ ഡാഷ് ആണ്, അതായത് ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് അല്ലേ. അത് അപ്പോൾ അതിൻ്റെ പവർ എന്താണെന്ന് നോക്കാം. അതിൻ്റെ പവർ എന്ന് പറയുന്നത് 3 അല്ലേ, അതുകൊണ്ട് ഡിഗ്രി എന്താണ്? 3 ആണ്. സോ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ പവർ ആണ് നമ്മൾ ഡിഗ്രി ഓഫ് ദാറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ ക്ലിയർ ആയല്ലോ എന്താണ് ഓർഡർ, എങ്ങനെയാണ് ഡിഗ്രി ചൂസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ജനറൽ ആൻഡ് പെർട്ടിക്കുലർ സൊല്യൂഷൻസ് ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ എന്താണ്, പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്താണ് നമുക്ക് നോക്കാം. ഇപ്പോൾ ജനറൽ സൊല്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആ ടേമിൽ തന്നെ ഉണ്ട് ജനറൽ മീനിങ് വാട്ട്, അതായത് ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടാവും. ക്ലിയർ ആയല്ലോ? ആൻ ഇക്വേഷൻ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ആർബിട്രറി കോൺസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനറൽ സൊല്യൂഷൻ. അതായത് ഇപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനിൽ നമ്മളിപ്പോൾ നോർമലി ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ അതിനെ പറയുന്നതാണ് ജനറൽ സൊല്യൂഷൻ. ഇനി പെർട്ടിക്കുലർ സൊല്യൂഷൻ, എഗെയിൻ ആ ടേമിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് പെർട്ടിക്കുലർ അല്ലെങ്കിൽ സ്പെസിഫിക് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിച്ച് ഇസ് സൊല്യൂഷൻ ഫ്രീ ഫ്രം ആർബിട്രറി കോൺസ്റ്റൻസ്. ക്ലിയർ ആയല്ലോ? അതായത് ഇപ്പോൾ ഒരു സൊല്യൂഷൻ ഇൻ ടേംസ് ഓഫ് ആർബിട്രറി കോൺസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അത് ജനറൽ സൊല്യൂഷൻ ആണ് ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ. പക്ഷെ അതേസമയം ആ ഒരു ആർബിട്രറി കോൺസ്റ്റൻസിന് സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂസ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ വാല്യൂസ് എങ്ങാനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ, അതിനെയാണ് പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അതായത് ഗിവിംഗ് പെർട്ടിക്കുലർ വാല്യൂസ് ടു ദി ആർബിട്രറി കോൺസ്റ്റൻസ്, അതാണ് പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫോർമേഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹൂസ് ജനറൽ സൊല്യൂഷൻ ഇസ് ഗിവൺ. അതായത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, എങ്ങനെയാണ് ഫോം ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ജനറൽ സൊല്യൂഷൻ ആണ് അല്ലേ. അതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം.
ഏതുവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എത്ര ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം? ആർബിട്രറി കോൺസ്റ്റൻസ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നവരെ അല്ലെ, ആർബിട്രറി കോൺസ്റ്റൻസ് റിമൂവ് ചെയ്യുന്നവരെ നമ്മൾ അത് ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതായത് നമ്മൾ അത്രയും ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ആർബിട്രറി കോൺസ്റ്റൻസ് ഫൈനലി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എലിമിനേറ്റ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? അതായത് ആർബിട്രറി കോൺസ്റ്റൻസ് എത്ര എണ്ണം ഉണ്ടോ, ആസ് മെനി ടൈംസ് ആസ് ദ നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻസ്, അത്രയും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഫൈനലി നമ്മൾ എന്ത് ചെയ്യണം? ആ ആർബിട്രറി കോൺസ്റ്റൻസിനെ എലിമിനേറ്റ് ചെയ്യുക. ദെൻ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ അവർ നമുക്ക് റിലേഷൻഷിപ്പ് കിട്ടില്ലേ, ഇക്വേഷൻ കിട്ടില്ലേ, അതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരിക. അപ്പൊ നമുക്ക് ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. നെക്സ്റ്റ്, മെത്തേഡ്സ് ഓഫ് സോൾവിങ് ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുക, അതിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ആണ് പറയുന്നത്, ഫസ്റ്റ് മെത്തേഡ് ആണ് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവണമെങ്കിൽ ആദ്യം തന്നെ ഈ പറയാൻ പോകുന്ന എല്ലാ മെത്തേഡ്സിന്റെയും ജനറൽ ഫോം ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കാം. എന്നിട്ട് ക്വസ്റ്റ്യൻ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് ടൈപ്പാണ് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇപ്പോൾ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡിൽ നമ്മൾ ഇക്വേഷൻ ഏത് ഫോമിലായിരിക്കും? dy by dx is equal to f of x into g of y. ഇതിന്റെ മീനിങ് എന്താ? dy by dx എന്ന് തന്നിട്ടുണ്ട്, y with respect to x is equal to a function of x into a function of y. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോമിലാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇക്വേഷൻ എങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് വഴി കണ്ടുപിടിക്കാം. അപ്പൊ അതിന്റെ സൊല്യൂഷൻ ആണ് ഇന്റഗ്രൽ dy by g of y is equal to ഇന്റഗ്രൽ f of x dx plus c. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ അതായത് dy by dx is equal to f of x into g of y. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ക്ലിയർ ആണ് ഈ വൈയുടെ ടേംസ് എല്ലാം ഇതുപോലെ dy ഇപ്പോൾ അതായത് ന്യൂമറേറ്ററിലായിരിക്കണം ഈ dx dy എല്ലാം അല്ലെ. സോ dy divided by g of y LHS ൽ കൊണ്ടുപോവുക. ദെൻ അതേപോലെ തന്നെ dx എന്ന് പറയുന്നത് RHS ൽ കൊണ്ടുപോകും. സോ dy divided by g of y is equal to f of x into dx ആണ് വരിക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സൊല്യൂഷൻ കാണാൻ ജസ്റ്റ് നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, LHS and RHS. സോ നോർമലി നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഒരു ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്കിപ്പോൾ ഈ ഒരു ഫോം കിട്ടി, ഇന്റഗ്രൽ dy by g of y is equal to ഇന്റഗ്രൽ f of x dx plus c. ഇതെങ്ങനെയാ വരുന്നത് മനസ്സിലാക്കുന്നു വേണ്ട, അതെങ്ങനെ വന്നേ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളൂ. അപ്പൊ ഇതാണ് ജനറൽ ഫോം, ഇങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ ഈ മെത്തേഡ് ഏതായിരുന്നു? വേരിയബിൾ സെപ്പറബിൾ. ആ പേരിൽ തന്നെ ഉണ്ട് വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, അതായത് വൈയുടെ ടേംസ് എല്ലാം LHS ലോ അല്ലെങ്കിൽ RHS ലോ ഏതെങ്കിലും ഒരു സൈഡിൽ, എക്സിന്റെ ടേംസ് എല്ലാം അതർ സൈഡിൽ, എന്നിട്ട് ഫൈനലി നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തിട്ട് വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് മെത്തേഡ് ആണ് റെഡ്യൂസിബിൾ ടു വേരിയബിൾ സെപ്പറബിൾ. അപ്പൊ ഈ ടേമിൽ തന്നെ ഉണ്ട് റെഡ്യൂസിബിൾ ടു, അതായത് വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ ഡയറക്റ്റ് ആയി തന്നിട്ടുണ്ടാവില്ല, പക്ഷെ നമുക്ക് അതിനെ ഇതുപോലെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ട് വേരിയബിൾ സെപ്പറബിളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ പ്രീവിയസ് മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, വേരിയബിൾ സെപ്പറബിൾ മെത്തേഡിൽ എങ്ങനെയാണ് സോൾവ് ചെയ്യാറ് അതുപോലെ ചെയ്യാൻ പറ്റും. സോ ഇത് ഇക്വേഷൻ തരുന്നത് ഏത് ഫോമിലായിരിക്കും? dy by dx equal to f of ax plus by plus c. ഈ ഒരു ഫോമിലായിരിക്കും. ഓക്കെ, അതായത് f of x into g of y, അങ്ങനെ സെപ്പറേറ്റ് f in terms of x, g in terms of y അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. പകരം എന്താ, ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് x and y തന്നിട്ടുണ്ട് അല്ലെ. ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് ax plus by plus c അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ നമുക്ക് വേരിയബിൾ സെപ്പറബിളിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിന് നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടി വരും. അതായത് ax plus by plus c എന്ന് പറയുന്ന ടേമിന് z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പുതിയൊരു വേരിയബിൾ ആണ്. ax plus by plus c is equal to z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് മാത്രമല്ല b into dy by dx is equal to dz by dx minus a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. b into dy by dx equal to dz by dx minus a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ടേം മനസ്സിലാക്കാം, ax plus by plus c is equal to z എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് LHS-ലും RHS-ലും ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു x. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ax-ന്റെ a കോൺസ്റ്റന്റ്, x-ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x 1 ആണ്, പ്ലസ് b ഇൻറ്റു y-യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x എന്താ? dy by dx. ഇനി c-യുടെ ടേം എന്താ വരിക? 0 ആണ് വരിക. അപ്പോൾ is equal to z-ന്റെ വിത്ത് റെസ്പെക്ട് ടു x dz by dx. ക്ലിയർ ആയല്ലോ? ഇനി ഇതിൽ നിന്ന് നമുക്ക് b ഇൻറ്റു dy by dx എന്ന് പറയുന്നത് ഈ a-നെ RHS-ൽ കൊണ്ടുപോകാം. അപ്പൊ എന്ത് കിട്ടും? b ഇൻറ്റു dy by dx is equal to
dz by dx minus a വരും. ഓക്കെ, അത് തന്നെയല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ബൈ ഹാർട്ട് ചെയ്യണ്ട, ജസ്റ്റ് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് ax plus dy plus c is equal to z കൊടുക്കുക. പിന്നെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഈ ഒരു സെപ്പറേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ നിന്ന് ഇവിടെ ഇപ്പൊ നമുക്ക് ഇതേപോലെ LHS തന്നിരിക്കുന്നത് y dy by dx ആണ്, RHS dz by dx ആണ്. ഇനി നമ്മൾ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. Next method, homogeneous differential equation. If the equation is of the form dy by dx is equal to f of x comma y divided by g of x comma y. ഈ ഒരു ഫോമിലാണ് തന്നിരിക്കുന്നത് f of x comma y. f എന്ന് പറയുന്ന ഫംഗ്ഷൻ x നെ y നെ ഡിപെൻഡ് ചെയ്യും, അതേപോലെ g യും x നെ y നെ ഡിപെൻഡ് ചെയ്യും. Where x and y, അതായത് f and g, f of xy, g of xy are homogeneous functions of the same degree in x and y. ക്ലിയർ ആയില്ല? ഇപ്പൊ dy by dx എങ്ങനെയാണ്? f by g ആണ്. f and g എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ x and y ആണ്. they are homogeneous functions of same degree in x and y. അപ്പൊ രണ്ട് ഫംഗ്ഷൻസും എന്തായിരിക്കണം? സെയിം ഡിഗ്രിയിലുള്ള ഫംഗ്ഷൻസ് ആയിരിക്കണം. ക്ലിയർ ആയല്ലോ? ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട്, ഇനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറയാൻ പോകുന്നത് ഇവിടെ y is equal to vx കൊടുക്കുക. എന്താ കൊടുക്കേണ്ടത്? y is equal to v into x. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ y in terms of x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. ക്ലിയർ ആയോ? അപ്പൊ അവിടെ വേറൊരു ടേം കൂടി ഉണ്ട് v എന്ന് പറയുന്നത്. സോ y is equal to v into x ചെയ്യാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ LHS-ലും RHS-ലും വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ dy by dx equal to v into x ആണ്. v into x എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? v again ഒരു ന്യൂ വേരിയബിൾ ആണ് z പോലെ. സോ അവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ v into x എന്ന് പറയുമ്പോൾ ആദ്യം ഫസ്റ്റ് ഫംഗ്ഷൻ v into ഡെറിവേറ്റീവ് ഓഫ് x എന്താ? വിത്ത് റെസ്പെക്ട് x 1 പ്ലസ് x into dv by dx വരും. ക്ലിയർ ആയല്ലോ? സോ ഇവിടെ dy by dx എന്ന് പറയുന്നത് v പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്, ആ ഫോമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ബൈ ഹാർട്ട് ചെയ്യണ്ട, അതാ ആദ്യം കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഈ സെക്കൻഡ് ഫോം കിട്ടും. So that the dependent variable y is changed to another variable v, then apply variable separable method. അപ്പോൾ ഇവിടെ again നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ആ ഒരു വേരിയബിൾ സെപ്പറബിൾ മെത്തേഡിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് ആ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുക ഇക്വേഷൻ. ക്ലിയർ ആയല്ലോ? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് ഓർക്കുക, y is equal to v into x കൊടുക്കുക. ഇൻ ടേംസ് ഓഫ് x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഇക്വേഷൻ ആണ്, അതായത് നെക്സ്റ്റ് മെത്തേഡ് ആണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ ജനറൽ ഫോം എങ്ങനെയായിരിക്കും? dy by dx പ്ലസ് p into y is equal to q. Okay, dy by dx plus p into y is equal to q, where p and q are functions of x. ഇവിടെ ശ്രദ്ധിക്കണം, ഈ LHS ഓരോ ടേംസും ശ്രദ്ധിക്കുക. dy by dx ആണ് തന്നിരിക്കുന്നത്, പ്ലസ് p into y ആണ് തന്നിരിക്കുന്നത്, RHS q. ഇനി ഇവിടെ p and q എന്ന് പറയുന്നത് എന്താണ്? ഫങ്ഷൻസ് ഓഫ് x ആണ് കേട്ടോ. Then the solution of this differential equation എന്തായിരിക്കും? ഇവിടെ y into ഒരു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് e raised to integral p dx. ഇത് ആദ്യം കണ്ടുപിടിക്കാം. അതിനാണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. എന്നിട്ട് LHS y into integrating factor. Okay, y into integrating factor is equal to integral of q into integrating factor dx. q into integrating factor ഒരു ടേം ആണ്, into dx plus c. ഇതാണ് ശരിക്കും ജനറൽ ഫോം. ഇവിടെ ഇപ്പോൾ ആ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറിന് ഡയറക്റ്റ് ആയിട്ട് ആ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. സോ y into ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താ? e raised to integral p dx ആണ് കേട്ടോ. ശ്രദ്ധിക്കേണ്ടത് എന്താ? p ഫംഗ്ഷൻ ഓഫ് x ആണ്, അതുകൊണ്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് x. മാറിപ്പോവരുത് ഈ പറഞ്ഞ x ഉം y ഉം. സോ y into e raised to integral p dx is equal to integral q into e raised to integral p dx into dx plus c. Okay, അപ്പോൾ ഇത്രയും ടേം എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ഫാക്ടർ ആണെന്ന് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇനി ഇതിനെ തന്നെ ഈ ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അഗെയിൻ നമുക്ക് വേറൊരു രീതിയിലും എക്സ്പ്രസ് ചെയ്യാം. അതായത് എക്സ് ആൻഡ് വൈ ജസ്റ്റ് റിവേഴ്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നേരത്തെ dy by dx എന്നുള്ളത് ഇവിടെ dx by dy ആയി, പിന്നെ പ്ലസ് p into y ക്ക് പകരം p into x ആയി is equal to q. അപ്പോൾ ഇവിടെ p and q എന്തായിരിക്കും? ഫങ്ഷൻസ് ഓഫ്, നേരത്തെ നമുക്ക് x ആയിരുന്നു, ഇവിടെ ഫങ്ഷൻസ് ഓഫ് y. ജസ്റ്റ് എക്സും വൈയും ഓർഡർ റിവേഴ്സ് ചെയ്യുക, അത്രയേ ഉള്ളൂ. എക്സിനെ വൈനെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് x into ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ, ഇവിടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താ വരിക? e raised to integral p dy. കാരണം എന്താ? p എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് y ആണ്. ക്ലിയർ ആയോ? സോ e raised to integral p dy എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ്. അപ്പോൾ അഗെയിൻ ഇവിടെ LHS എന്താ വരിക? x into ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ is equal to
ഇന്റഗ്രൽ q ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു dy പ്ലസ് സി. അപ്പോൾ ഏതെങ്കിലും ഒരു രീതി ഈ ഒന്നെങ്കിൽ ഫസ്റ്റ് ഫോം അല്ലെങ്കിൽ സെക്കൻഡ് ഫോം അത് എങ്ങനെയാണ് എക്സ് ആൻഡ് വൈ എന്നുള്ളത് കൺഫ്യൂസ്ഡ് ആവാതെ നമുക്ക് പി ആൻഡ് ക്യൂ ഏത് ഫംഗ്ഷൻസ് ആയിട്ട് എടുക്കണം, ഏത് ജനറൽ ഫോം ആയിട്ട് കമ്പയർ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പൊ dy ബൈ ഡി എക്സ് ആണെങ്കിൽ പ്രീവിയസ് ഫോം ആണ്, ഇപ്പൊ ഡി എക്സ് ബൈ ഡി വൈ ആണെങ്കിൽ ഇപ്പൊ പറഞ്ഞ ഫോം ആണ് നമുക്ക് കമ്പയർ ചെയ്തിട്ട് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.